വെൽക്കം ടു മൈ ചാനൽ ജാസ് നെറ്റ്വർക്ക്. വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടനടി ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ. +2 ബോട്ടണിയിലെ ബയോടെക്നോളജി എന്ന ചാപ്റ്ററാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഹാവ് യു ഹേർഡ് അബൌട്ട് ബയോടെക്നോളജി? വാട്ട് ഈസ് ബയോടെക്നോളജി? Formerly, biotechnology deals with the technique of using live organisms to produce products and processes useful to human beings. മനുഷ്യർക്ക് ഉതകുന്ന രീതിയിൽ ജീവനുള്ള ഓർഗനിസത്തെ ഉപയോഗിച്ച് അതിൽ നിന്നുള്ള പ്രോഡക്ട്സ് പല പ്രോസസ്സും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ആ ശാസ്ത്രശാഖയായിരുന്നു ബയോടെക്നോളജി എന്ന് പറയുന്നത്. അതായത് ജീവനുള്ള ഓർഗനിസത്തെ ഉപയോഗിച്ച് പലതുണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ, മിൽക്ക് കേർഡായിട്ട് വരുന്നത്, കേർഡ് എന്ന് പറഞ്ഞാൽ തൈര്, മിൽക്ക് കേർഡായിട്ട് വരുന്നത് എല്ലാവർക്കും അറിയാം ബാക്ടീരിയയുടെ സഹായത്താലാണ് അല്ലെ. അതുപോലെ ബേക്കിംഗ് ഇൻഡസ്ട്രി, ബ്രീവിംഗ് ഇൻഡസ്ട്രി, ഇതിലെല്ലാം ബേക്കിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ബ്രെഡ്, കേക്ക് ഇതൊക്കെ ഉണ്ടാകുന്ന ഇൻഡസ്ട്രി, ബ്രീവിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ബിയറൊക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി, ഇതിലെല്ലാം ഈസ്റ്റ് എന്ന് പറയുന്ന മൈക്രോ ഓർഗനിസത്തെ ഉപയോഗിക്കുന്നു. ഈസ്റ്റ് നിങ്ങൾക്കറിയാം, ഈസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ യൂണിസെല്ലുലാർ ഫംഗസ്, ജീവനുള്ളതാണ് മൈക്രോ ഓർഗനിസം. അങ്ങനെ അതിനെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ജീവനുള്ള ഓർഗനിസത്തെ ഉപയോഗിച്ച് നമ്മൾ പല പ്രോഡക്ട്സും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പൊ അതിനെയാണ് ബയോടെക്നോളജി എന്ന് പണ്ട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ സയൻസ് ഒരുപാട് അഡ്വാൻസ് ആയി. ഇന്ന് നമുക്ക് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ലീഡിങ് ടു ടെസ്റ്റ് ട്യൂബ് ബേബി, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ട്യൂബില് ഫെർട്ടിലൈസേഷൻ ഒക്കെ നടത്തി ഒരു ടെസ്റ്റ് ട്യൂബ് ബേബി ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഒരു ജീൻ സിന്തസൈസ് ചെയ്തെടുക്കാം. DNA വാക്സിൻ ഉണ്ടാക്കുന്നുണ്ട്. എന്തെങ്കിലും ഡിഫക്റ്റ് പറ്റിയ ജീനിനെ നമുക്ക് കറക്റ്റ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ജനറ്റിക്കലി മോഡിഫൈഡ് ബ്രിഞ്ചാൾ, അങ്ങനെ മോഡിഫൈ ചെയ്ത് പല വെറൈറ്റികൾ ഉണ്ടാക്കിയെടുക്കുക പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് സയൻസ് ഒരുപാട് അഡ്വാൻസ് ആയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൊണ്ട് EFB, യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി, European Federation of Biotechnology has given a new definition to biotechnology encompassing both traditional and modern views. Encompassing means combining രണ്ടിനെ, മോഡേൺ വ്യൂസും അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള പണ്ടത്തെ ഇതും കൂടി കമ്പൈൻ ചെയ്ത് യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി ഒരു പുതിയ ഡെഫിനിഷൻ ഉണ്ടാക്കി. എന്തായിരുന്നു ആ ഡെഫിനിഷൻ? The integration of natural science and organisms, cells, parts thereof, and molecular analogues for products and services. Integration of natural science, അതായത് using organisms, cells, cell parts, and molecular analogues. What is molecular analogues? It is artificially synthesized biological molecules. Artificial ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബയോളജിക്കൽ മോളിക്യൂൾസ്, DNA എന്തെങ്കിലും ആകാം, അങ്ങനെയുള്ള ബയോളജിക്കൽ മോളിക്യൂൾസ് ഒക്കെ ഉപയോഗിക്കുന്നു ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ആന്റിബയോട്ടിക്, വാക്സിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതെല്ലാം ഉപയോഗിക്കുന്നു. അപ്പോൾ ഓർഗനിസം ഉപയോഗിക്കുന്നുണ്ട്, ഇതുപോലുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് മോഡേൺ ആയിട്ടുള്ളതും ട്രഡീഷണൽ ആയിട്ടുള്ളതുമായ രണ്ടും കൂടി ചേർത്തിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് EFB തന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോ EFBയുടെ ഡെഫിനിഷൻ അനുസരിച്ച് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ബയോടെക്നോളജിയിൽ നടക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ളതാണ്. അതായത് ഗ്രോയിങ് മൈക്രോ ഓർഗനിസംസ്, ഡിസൈർഡ് മൈക്രോ ഓർഗനിസംസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഇൻ എ സ്റ്റെറൈൽ ആംബിയൻസ്. സ്റ്റെറൈൽ ആംബിയൻസ് മീൻസ് കണ്ടാമിനേഷൻ ഫ്രീ ആംബിയൻസ്, അതായത് മാലിന്യങ്ങളൊന്നുമില്ലാതെ നമുക്ക് വേണ്ടുന്ന ഡിസയേർഡ് മൈക്രോ ഓർഗനിസത്തെ, നമുക്ക് ആവശ്യമുള്ള, അതാണ് ഡിസയേർഡ്, നമുക്ക് ആവശ്യമുള്ള മൈക്രോ ഓർഗനിസത്തെ സ്റ്റെറൈൽ ആംബിയൻസ്, മറ്റ് ഓർഗനിസം ഒന്നും അതിനകത്ത് കലരാതെ, കണ്ടാമിനേഷൻ ഇല്ലാതെ അതിനെ ലാർജ് സ്കെയിലില് വളർത്തിയെടുക്കുന്നു. എന്തിനു വേണ്ടി? ഫോർ ദി മാനുഫാക്ചർ ഓഫ് വാക്സിൻസ്, ആന്റിബയോട്ടിക്സ്, എൻസൈംസ് എക്സെട്ര. ഇതിനൊക്കെ വേണ്ടി വളർത്തിയെടുക്കുന്ന ആ ശാഖ, അതാണ് ഒരു കാര്യം. രണ്ടാമത്തത് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ് നമുക്ക് ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. വാട്ട് ഈസ് ജനറ്റിക് എഞ്ചിനീയറിംഗ്?
genetic engineering is a technique to alter the chemistry of genetic material and introduce this into the host organism, thus change the phenotype of the host organism. അതായത് ഓൾട്ടർ ദ കെമിസ്ട്രി ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ, ജെനറ്റിക് മെറ്റീരിയലിന്റെ കെമിസ്ട്രി, അതിന്റെ സ്ട്രക്ചർ മാറ്റിമറിച്ചിട്ട് അതിന് നമ്മളൊരു ഹോസ്റ്റ് ഓർഗനിസത്തിലേക്ക് ഇട്ടാൽ അത് അതിന്റെ ഫീനോടൈപ്പിൽ മാറ്റം വരുത്തുന്നു. അതാണ് ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ജെനറ്റിക് മെറ്റീരിയൽ, ഫീനോടൈപ്പ്, ഈ രണ്ട് കാര്യങ്ങളും പലർക്കും അറിയാൻ പാടില്ലായിരിക്കും. ഇത് രണ്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സോളജി ചാപ്റ്റേഴ്സിൽ ഇനി വരും. ചിലപ്പോൾ അത് എടുത്തിട്ടുണ്ടാവില്ല. നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളും ഒന്ന് റീകോൾ ചെയ്തെടുക്കാനുണ്ട്. വാട്ട് ഈസ് എ സെൽ? എ സെൽ ഈസ് ദി ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. ഇനി എന്താണ് ഒരു സെല്ലിന്റെ സ്ട്രക്ചർ? സെല്ലിന് ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, അതിനകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? സെൽ എന്ന് പറഞ്ഞാലേ അത് പ്ലാന്റ് സെല്ലാണെങ്കിൽ ഇതിന് പുറമെ, സെൽ വോളിന് പുറമെ, അല്ല സെൽ മെംബ്രെയിന് പുറമെ ഒരു സെൽ വോൾ കൂടി ഉണ്ടായിരിക്കും. അതാണ് ഒരു സെല്ലിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എത്ര ടൈപ്പ് സെല്ലുണ്ട്? എല്ലാ സെല്ലും ഇതുപോലെ തന്നെയാണോ ഇരിക്കുന്നത്? എത്ര ടൈപ്പ് സെല്ലുണ്ട്? there are 2 types of cells. ഏതൊക്കെ? പ്രോകാരിയോട്ടിക്, യൂകാരിയോട്ടിക്. എന്താണ് യൂകാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത്? യൂകാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞാൽ എ സെൽ വിത്ത് എ ഡെഫിനിറ്റ് ന്യൂക്ലിയസ്. എല്ലാ സെല്ലിനും ന്യൂക്ലിയസ് ഇല്ല. ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഉള്ള സെല്ലിനെ നമ്മൾ യൂകാരിയോട്ടിക് സെൽ എന്ന് പറയും. ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലിനെ പ്രോകാരിയോട്ടിക് സെൽ. എന്താണ് ഒരു ഡെഫിനിറ്റ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ? A nucleus with nuclear membrane, nucleoplasm, nucleolus and chromatin reticulum. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ഡെഫിനിറ്റ് ന്യൂക്ലിയസ് എന്ന് പറയും. അങ്ങനെ ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഉള്ള സെല്ലിനെ യൂകാരിയോട്ടിക് സെൽ എന്ന് പറയും, ഇല്ലാത്തതിനെ പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയും. പ്രോകാരിയോട്ടിക് സെല്ലിന് ഒരു എക്സാമ്പിൾ ഏതായിരുന്നു? നമ്മൾ പഠിച്ചതാണ് കിങ്ഡം മൊണേറ. അപ്പൊ അതില് പ്രോകാരിയോട്ടിക് സെൽ ബാക്ടീരിയ. ബാക്ടീരിയയില് സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തില് ന്യൂക്ലിയസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഇല്ല. പകരം അതിന്റെ സെന്ററിൽ, സൈറ്റോപ്ലാസത്തിന്റെ സെന്ററിൽ ഒരു ക്രോമാറ്റിൻ ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ ഈ ക്രോമാറ്റിൻ കിടക്കുന്ന സൈറ്റോപ്ലാസത്തിന്റെ ആ ഭാഗത്തിനെ നമ്മൾ പറയുന്ന പേര് ന്യൂക്ലിയോയിഡ് എന്ന് പറയും. ന്യൂക്ലിയോയിഡ്. ഇതാണ് ഒരു പ്രോകാരിയോട്ടിക് സെല്ലിന്റെ സ്ട്രക്ചർ. അപ്പോ നമുക്കിവിടെ ഈ ന്യൂക്ലിയസിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിക്കേ. ന്യൂക്ലിയസ്, ഒരു ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ ന്യൂക്ലിയസിന് ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, ന്യൂക്ലിയോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയോളസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിനകത്ത് കെട്ടുപിണഞ്ഞു കിടക്കുന്ന കുറെ ക്രോമാറ്റിൻ റെറ്റിക്കുലം. ഈ ക്രോമാറ്റിൻ റെറ്റിക്കുലം എന്താണ്? ക്രോമാറ്റിൻ, ക്രോമാറ്റിൻ എന്ന് പറയുന്നത് DNA-യും ഒരു പ്രോട്ടീൻ, ഹിസ്റ്റോൺ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനും കൂടി ചേർന്നതാണ് ഈ ക്രോമാറ്റിൻ എന്ന് പറയുന്നത്. അത് നീളം കൂടിയ ലോങ് ത്രെഡ്. അപ്പൊ നീളമുള്ള, കനം കുറഞ്ഞ ലോങ് ആയിട്ടുള്ള ത്രെഡാണ്. അതുകൊണ്ടാണ് അത് കെട്ടുപണഞ്ഞു കിടക്കുന്നത്. അപ്പൊ കെട്ടുപണഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ റെറ്റിക്കുലം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഈ ക്രോമാറ്റിൻ റെറ്റിക്കുലം സെൽ ഡിവിഷന്റെ സമയത്ത് അത് കണ്ടൻസ് ചെയ്തിട്ട് കുറച്ച് അതിന്റെ ലെങ്ത് കുറഞ്ഞിട്ട് അത് കണ്ടൻസ് ചെയ്തു വരും. അപ്പൊ അതിന്റെ പേരെന്താണ്? ക്രോമസോം എന്ന് പറയും. ഇപ്പൊ ക്രോമാറ്റിനും ക്രോമസോമും രണ്ടും ഒന്ന് തന്നെയാണ്. ഒരെണ്ണം നീളം കൂടിയിരിക്കും, ഒന്ന് നീളം കുറഞ്ഞിരിക്കും. രണ്ടിലും DNA തന്നെയാണുള്ളത്. അപ്പൊ എന്താണ് ഈ DNA? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? DNA എന്ന് പറയുന്നത് ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. 2 ന്യൂക്ലിക് ആസിഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, DNA ആൻഡ് RNA. DNA എന്ന് പറയുന്നത് ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. എന്താണ് അതിന്റെ സ്ട്രക്ചർ? DNA എന്ന് പറയുന്നത് ഓൾവേസ് ഡബിൾ സ്ട്രാൻഡഡ്. 2 സ്ട്രാൻഡ് അതിനുണ്ടായിരിക്കും. 2 ചെയിൻ, ഇങ്ങനെ 2 സ്ട്രാൻഡ്, 2 ചെയിൻ കൂടിയതാണ് DNA എന്ന് പറയുന്നത്. അത് ഓരോ ചെയിനും പോളിന്യൂക്ലിയോടൈഡ്. പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറെ ന്യൂക്ലിയോടൈഡുകൾ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് DNA-യുടെ ഓരോ ചെയിനും. ഇനി എന്താണ് ന്യൂക്ലിയോടൈഡ്? ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു
ഷുഗർ ഉണ്ട്, ആ ഷുഗറിനോട് ചേർന്ന് ഒരു നൈട്രജൻ ബേസ്. ഇത്രയും കാര്യങ്ങൾ ഇത് മൂന്നും ചേർന്നതാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു ഷുഗർ എന്ന് പറയുന്നത് ഒരു പെന്റോസ് ഷുഗർ, 5 കാർബണേറ്റമുള്ള ഒരു ഷുഗർ, അതിനോട് ചേർന്ന് ആ ഷുഗറിന്റെ ഒരു വശത്തായിട്ട് ഒരു നൈട്രജൻ ബേസ്. ഇത്രയുമാണ് ഒരു ന്യൂക്ലിയോടൈഡ്. ഇങ്ങനെയുള്ള ഒരുപാട് ന്യൂക്ലിയോടൈഡ്, അതുകൊണ്ടാണ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് ന്യൂക്ലിയോടൈഡ് എന്നിട്ടാണ് DNA-യുടെ ഒരു സ്ട്രെയിൻ ഉണ്ടായിരിക്കുന്നത്. ഫോസ്ഫേറ്റ് ഷുഗർ, ഫോസ്ഫേറ്റ് ഷുഗർ, ഫോസ്ഫേറ്റ് ഷുഗർ, ഫോസ്ഫേറ്റ് ഷുഗർ, ഇങ്ങനെ അങ്ങ് പോകും. അതിൽ ഷുഗറിന്റെ അവിടെ എല്ലാം ഓരോ നൈട്രജൻ ബേസ് വരും. എവിടെയൊക്കെ ഷുഗർ ഉണ്ടോ അവിടെയൊക്കെ നൈട്രജൻ ബേസ് വരും. ഇതാണ് അതിന്റെ ഒരു സ്ട്രാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത സ്ട്രാൻഡ്, അതിന്റെ അടുത്ത സ്ട്രാൻഡും ഇതുപോലെ തന്നെ വരും. ഒരു ഷുഗർ, ഫോസ്ഫേറ്റ് ഷുഗർ, ഫോസ്ഫേറ്റ്, ഇങ്ങനെ പോകും. അതില് ഷുഗറിലൊക്കെ ഇതുപോലെ നൈട്രജൻ ബേസ്, എവിടെയൊക്കെ ഷുഗർ ഉണ്ടോ അവിടെയൊക്കെ നൈട്രജൻ ബേസും വരും. ഒരു നൈട്രജൻ ബേസ് ഇങ്ങനെ വന്നു, മനസ്സിലായോ? ഇനി ഇപ്പൊ ഇതിൽ നോക്കിക്കേ, ഈ ഫോസ്ഫേറ്റ് ഷുഗർ ഇങ്ങനെ ഒരെണ്ണം പോകും. ഈ നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് സെന്ററിൽ വരുന്ന നൈട്രജൻ ബേസ് മാറിക്കൊണ്ടിരിക്കും. അതായത് there are 4 different types of നൈട്രജൻ ബേസസ്. 5 ടൈപ്പ് ഉണ്ട്, പക്ഷെ DNA-യിൽ 4 വരുന്നുള്ളൂ. അപ്പൊ 4 ടൈപ്പ് നൈട്രജൻ ബേസസ് ഉണ്ട്. 4 ടൈപ്പ് ഏതൊക്കെയാണ്? അഡിനൈൻ, തൈമീൻ, സൈറ്റോസിൻ ആൻഡ് ഗ്വാനൈൻ. ഇങ്ങനെ 4 ടൈപ്പ് നൈട്രജൻ ബേസസ്. അപ്പോൾ ഇതിനകത്ത് ഈ DNA-യില് ഫോസ്ഫേറ്റ് ഷുഗർ ഇങ്ങനെ പോകുന്നു. ഇവിടെയും ഫോസ്ഫേറ്റ് ഷുഗർ ഇങ്ങനെ പോയി. അതില് നടുക്ക് വരുന്ന നൈട്രജൻ ബേസസ് മാറി വരും. അതായത് 4 നൈട്രജൻ ബേസസ്, പ്യൂരിൻസ്, പിരിമിഡിൻസ് എന്ന് പറയുന്ന 2 ഹെഡിങ്ങിലായിട്ടാണുള്ളത്. അത് നമ്മൾ ഡീറ്റെയിൽ പിന്നെ പഠിക്കും. അപ്പോൾ അതില് ഇപ്പൊ ഇവിടെ ഒരു അഡിനൈൻ ആണെന്ന് വിചാരിക്കും. ഇവിടെ അഡിനൈൻ, തൈമീൻ, സൈറ്റോസിൻ, ഗ്വാനൈൻ, ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. മനസ്സിലായോ? ഇനി അഡിനൈൻ ഈ സ്ട്രാൻഡില് ഇതുപോലെ നൈട്രജൻ ബേസസ് ഇങ്ങനെ മാറി വരുന്നു. അതുപോലെ തന്നെ ഈ സ്ട്രാൻഡിലും. അപ്പോ ഇവിടെ ഒരു DNA-യില് ചേഞ്ചസ് വരുന്നത് എവിടെയാണ്? ബേസിലാണ് ചേഞ്ച് വരുന്നത്, അല്ലെ? നൈട്രജൻ ബേസസിലാണ് ചേഞ്ച് വരുന്നത്. ഈ ആദ്യം പറഞ്ഞ ചെയിനും ഈ ചെയിന്റെയും ഈ ഭാഗത്ത് മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് ഇതിനെ നമ്മൾ അതിന്റെ DNA-യുടെ ബാക്ക് ബോൺ എന്ന് പറയും. അപ്പൊ ആ ബാക്ക് ബോണിന് മാറ്റമില്ല, നൈട്രജൻ ബേസസിൽ മാത്രമാണ് മാറ്റം വരുന്നത്. ഇനി ഈ ചെയിൻ ഇങ്ങനെ അഡിനീൻ, തൈമീൻ ഇങ്ങനെ പോയെങ്കിൽ അടുത്ത ചെയിനിൽ വരുമ്പോ അതിന്റെ അഡിനീൻ ഓൾവേസ് ലിങ്ക്ഡ് വിത്ത് തൈമീൻ. അഡിനീൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് എപ്പോഴും തൈമീനുമായിട്ടാണ് ലിങ്ക് ചെയ്യുന്നത്. അപ്പൊ അഡിനീൻ എവിടെയുണ്ടോ അവിടെ തൈമീൻ. അഡിനീന്റെ നേരെ ഓപ്പോസിറ്റ് അടുത്ത സ്ട്രാൻഡിൽ വരുമ്പോ അത് തൈമീൻ ആയിരിക്കും. ഇനി തൈമീൻ ആണെങ്കിലോ അത് അഡിനീൻ ആയിരിക്കും. ഇനി സൈറ്റോസിൻ ഓൾവേസ് ലിങ്ക്ഡ് വിത്ത് ഗ്വാനൈൻ. അപ്പൊ സൈറ്റോസിൻ എവിടെയുണ്ടോ ഗ്വാനൈൻ എന്ന് എഴുതണം. അപ്പൊ ഇവിടെ ഗ്വാനൈൻ ആണെങ്കിൽ ഇവിടെ സൈറ്റോസിൻ. മനസ്സിലായോ എങ്ങനെയാണ് വരുന്നതെന്ന്? അപ്പോ ഈ നൈട്രജൻ ബേസസിന് മാത്രമാണ് മാറ്റം വരുന്നത്. ഇനി ഈ അഡിനീൻ, തൈമീൻ, സൈറ്റോസിൻ, ഗ്വാനൈൻ ഇങ്ങനെ പോകുന്നു പറഞ്ഞു. അഡിനീനും തൈമീനും തമ്മിൽ 2 ഹൈഡ്രജൻ ബോണ്ട് വഴി ബന്ധിച്ചിരിക്കുന്നു. തൈമീനും അഡിനീനും 2 ഹൈഡ്രജൻ. ഇനി സൈറ്റോസിൻ, ഗ്വാനൈൻ തമ്മിൽ 3 ഹൈഡ്രജൻ ബോണ്ട് ഇട്ടാണ് ബന്ധിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരും 3 ഹൈഡ്രജൻ ബോണ്ട്. ഇനി ഈ സ്ട്രക്ചർ നിങ്ങൾ നോക്കിക്കേ, ഇതെങ്ങനെയാണ് ഇരിക്കണേന്ന് നോക്കിക്കേ. ഇതിന്റെ ഈ ഭാഗത്തിന് മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞു, അല്ലെ? അത് 2 ലൈനായിട്ട് വരച്ചു. ഇതോ ഈ ഭാഗം എങ്ങനെ ഇരിക്കണം? ഇങ്ങനെയല്ലേ? ഇതിനെ നിങ്ങളൊന്ന് തിരിച്ച് സങ്കല്പിച്ച് ഇതിന് എന്താണ് ഷേപ്പ് എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. 2 ബാക്ക് ബോൺ ഇങ്ങനെ വരുന്നു, ഇടക്കിടക്ക് ഇതാ ഇങ്ങനെയും വരുന്നു. ഇതെന്ത് ഷേപ്പാണ്? എന്ത് സാധനമാണ് ഇങ്ങനെ ഇരിക്കുന്നത്? ഒരു ലാഡർ ആണ്, അല്ലേ? അപ്പോ DNA-യുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ലാഡർ പോലെയാണ് അതിരിക്കുന്നത്. മനസ്സിലായ? ഈ 2 ഭാഗത്തിന് മാറ്റമില്ല, നടുക്കുള്ള ബേസസിനാണ് മാറ്റം വരുന്നത്. മനസ്സിലായില്ലേ എങ്ങനെയാണെന്ന്? അപ്പോ
മാറ്റമില്ല, നടുക്കുള്ളതിനാണ് മാറ്റം വരുന്നത്. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനി ഈ DNA ഈ രണ്ട് ഭാഗം മാറ്റമില്ലാത്തത് കൊണ്ട് അതിന് നമ്മൾ ഒരു ലൈൻ ഇട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ DNA എപ്പോഴും റെപ്രസെന്റ് ചെയ്യാനായിട്ട് രണ്ട് ലൈൻ ഇങ്ങനെ വരക്കുന്നു. അത് ഫോസ്ഫേറ്റ് ഷുഗർ എന്ന് പോയ രണ്ട് ലൈൻ. ഇനി മാറ്റമുള്ളത് ഏതാണ്? നൈട്രജൻ ബേസസ് ആണ്. അപ്പൊ അത് അഡിനൈൻ, തൈമീൻ, അഡിനൈൻ, സൈറ്റോസിൻ, ഗ്വാനൈൻ, സൈറ്റോസിൻ, തൈമീൻ, അഡിനൈൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോകും. ഇനി അതിന്റെ ഇപ്പുറത്ത് രണ്ടാമത്തെ സ്ട്രാൻഡിൽ വരക്കുമ്പോ എന്തെഴുതണം? കൃത്യമായിട്ട് എഴുതണം. അഡിനീൻ ഓൾവേസ് ലിങ്ക്ഡ് വിത്ത് തൈമീൻ. അപ്പൊ ഇവിടെ തൈമീൻ ആയിരിക്കും. തൈമീൻ ലിങ്ക്ഡ് വിത്ത് adenine, adenine linked with thymine, cytosine linked with guanine, guanine linked with cytosine, cytosine linked with guanine, thymine, adenine, adenine linked with thymine. അത് തെറ്റരുത്. A എവിടെയുണ്ടോ അവിടെ T ഉണ്ട്, G എവിടെയുണ്ടോ അവിടെ C ഉണ്ട്. അത് തെറ്റിപ്പോകരുത്. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ DNA റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി DNA റെപ്രസെന്റ് DNAക്ക് എപ്പോഴും അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഒരു എൻഡ് പോയിന്റ്. DNAയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ 5' എന്ന് ഇല്ലേ, ഇത് 3' എന്ന് പറയും. ഡീറ്റെയിൽ സുവോളജി ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കും. അപ്പൊ 5', 3'. ഇനി അതിന്റെ ആദ്യത്തെ സ്ട്രാൻഡ് എങ്ങനെ പോയെങ്കിൽ രണ്ടാമത്തെ സ്ട്രാൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. അതായത് ഇവിടെ 3'ഉം ഇവിടെ 5'ഉം ആയിരിക്കും. മനസ്സിലായ? ആന്റി പാരലൽ ആയിട്ട് പോകുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഇവിടെ നോക്കിക്കേ, രണ്ട് സ്ട്രാൻഡ്. ഇതൊരു DNA സ്ട്രാൻഡ് ആണെന്ന് വെറുതെ സങ്കല്പിക്കും. അതിന്റെ റെഡ് ഭാഗം അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും ഇത് എൻഡ് പോയിന്റും ആണെന്ന് വിചാരിക്കും. അടുത്ത സ്ട്രാൻഡ് അതിനോട് ചേർന്ന് വരുമ്പോ ഇങ്ങനെ ഒരിക്കലും വരത്തില്ല, അത് തിരിഞ്ഞേ വരത്തുള്ള, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേ വരുള്ളൂ. മനസ്സിലായ? കണ്ട എങ്ങനെയാണെന്ന്? ഇവിടെ ചുമപ്പാണെങ്കിൽ ഇവിടെ കറുപ്പിട്ട് വരച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് 5' ആണെങ്കിൽ ഇത് 3' ആയിരിക്കും. മനസ്സിലായ? രണ്ട് 5' അടുത്ത് വരത്തില്ല എന്ന്. ഇത് ഒരെണ്ണത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഒരെണ്ണത്തിന്റെ എൻഡ് പോയിന്റ്, അങ്ങനെയാണ് അത് വരുന്നത്. മനസ്സിലായില്ല? അതിനാണ് നമ്മൾ ആന്റി പാരലൽ എന്ന് പറയുന്നത്. അപ്പൊ ആന്റി പാരലൽ ആയിട്ടാണ് എപ്പോഴും DNAയുടെ രണ്ട് സ്ട്രാൻഡും കാണുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി DNA ഈ പറയുന്ന ഈ സ്ട്രാൻഡ് ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ല വരുന്നത്. DNA ഓൾവേസ് ഡബിൾ ഹെലിക്സ്, രണ്ട് ഹെലിക്കൽ സ്ട്രക്ചർ. ഹെലിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അത് ഒരു സ്പ്രിംഗ് പോലെ സ്പൈറൽ ആകൃതിയിലാണ് ഈ DNAയുടെ ഓരോ സ്ട്രാൻഡും കാണുന്നത്. ഇങ്ങനെയാണ് അതിരിക്കുന്നത്. അപ്പൊ അടുത്ത സ്ട്രാൻഡ് ഇങ്ങനെ വരും. കണ്ട എങ്ങനെയാണെന്ന്? ഇങ്ങനെയാണ് ശരിക്കും DNA കാണപ്പെടുന്നത്. അപ്പൊ ഇത് ഫോസ്ഫേറ്റ് ഷുഗർ എന്നുള്ള ബാക്ക് ബോൺ ആണ് ഈ കാണുന്നത്. ഇനി അതില് നൈട്രജൻ ബേസ്, ഇവിടെയാണ് നൈട്രജൻ ബേസ് വരുന്നത്. അഡിനീൻ, തൈമീൻ, അഡിനൈൻ, അല്ലെങ്കിൽ ഗ്വാനൈൻ, തൈമീൻ, സൈറ്റോസിൻ, അഡിനീൻ. കണ്ട എങ്ങനെയാണെന്ന്? ഇങ്ങനെയാണ് അത് കാണുന്നത്. DNA എപ്പോഴും ഇതുപോലെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൽ കാണുന്നു. അതാണ് DNAയുടെ സ്ട്രക്ചർ. അപ്പൊ ചില ബുക്കിലൊക്കെ നമ്മൾ ഇങ്ങനെ കാണും. അപ്പൊ ഇത് ഒന്നുമല്ല, ഇത് DNA തന്നെ. പക്ഷെ നമുക്ക് പഠിക്കാനും വരക്കാനും ഒക്കെ എളുപ്പത്തിന് അതിന് സ്ട്രെയിറ്റ് ആയിട്ട് വരക്കുന്നു എന്നേ ഉള്ളൂ. ക്ലിയർ ആയില്ലേ? അപ്പോൾ DNA ഓൾവേസ് ഡബിൾ ഹെലിക്സ് എന്ന് പറയും. ഇത് പോളി ന്യൂക്ലിയോടൈഡ് ചെയിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ട് പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ കൂടി ചേർന്നതാണ് ഒരു DNA എന്ന് പറയുന്നത്. ഇനി ഈ DNAയിലെ 2, 3, 4 ന്യൂക്ലിയോടൈഡുകൾ ചേർന്ന് ഒരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഒരു ഫാക്ടർ എന്ന് പറയും. അത് ചിലപ്പോൾ 2 ആകാം, ചിലപ്പോൾ 3 ആകാം, ചിലപ്പോൾ 4 ആകാം. 2 ന്യൂക്ലിയോടൈഡോ 4 ന്യൂക്ലിയോടൈഡോ ഒക്കെ ചേർന്നിട്ട് അതിനെ ഒരു ഫാക്ടർ എന്ന് പറയും. ആ ഫാക്ടറിനെയാണ് ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ 2, 3 ന്യൂക്ലിയോടൈഡ് ചേർന്ന് ഇത്രയും ഭാഗം ഒരു ജീൻ, അടുത്ത ഇത്രയും ഭാഗം വേറൊരു ജീൻ. ഇങ്ങനെ DNAയിൽ ഒരുപാട് ജീനുകൾ ഉണ്ടായിരിക്കും. അനേകായിരം ന്യൂക്ലിയോടൈഡുകൾ ചേർന്നതാണ് ഒരു DNA എന്ന് പറഞ്ഞു. അതിൽ 2, 3 ഒക്കെ ചേർന്ന് ഓരോ ജീനായിട്ട് മാറുന്നു. അപ്പോൾ ഓരോ ജീനും, അങ്ങനെയുള്ള അനേകം ജീനുകൾ ഈ
DNA-യിൽ അടങ്ങിയിരിക്കുന്നു. ഈ ജീൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ 2-3 ന്യൂക്ലിയോടൈഡുകൾ ചേർന്നിട്ടാണ് ഒരു ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഒരു ക്യാരക്ടറിനെ സൂചിപ്പിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം അല്ലെ, എല്ലാ ഓർഗാനിസത്തിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും നമ്മുടെ കളറുണ്ട്, മുടിയുടെ ഷേപ്പ്, കണ്ണ്, മുടിയുടെ നീളം, അതുപോലെ മുടിയുടെ ഇത് അതിന്റെ ടെക്സ്ചർ എങ്ങനെയാണ് അത് ഇരിക്കുന്നത്, ചുരുണ്ടാണോ നിവർന്നാണോ ഇരിക്കുന്നത്, അതുപോലെ കണ്ണിന്റെ നിറം, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? എല്ലാത്തിനും ജീനുണ്ട് അല്ലെ, ജീനുകളാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നതെന്ന് അറിയാം. അതുപോലെ നമ്മുടെ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടാകുന്നുണ്ട്, എൻസൈംസ്, ഹോർമോൺസ്, ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്, എല്ലാം ഉണ്ടാക്കുന്നത് ജീനാണ്. അപ്പൊ ജീനുകളാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള അനേകായിരം ജീനുകൾ അടങ്ങിയതാണ് DNA എന്ന് പറയുന്നത്. അതുകൊണ്ട് DNA ഈസ് ദ ജനറ്റിക് മെറ്റീരിയൽ. ഇത് ജീനുകൾ ഇങ്ങനെ അടങ്ങിയത് കൊണ്ടാണ് നമ്മൾ DNA ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ജനറ്റിക് മെറ്റീരിയൽ എന്താണ്? DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. ഇനി ഈ ക്യാരക്ടേഴ്സ്, കുറെ ജീൻ ഉണ്ടെന്ന് പറഞ്ഞു, ഈ ജീനാണ് ക്യാരക്ടേഴ്സിനെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ്, ഫോർ എക്സാമ്പിൾ, ഒരു ടോൾ ആയിട്ടുള്ള ഒരു ചെടി, അതിൻ്റെ തന്നെ ഒരു ഡ്വാർഫ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ടോൾ എന്നുള്ളത് ഇതാണ് അതിന്റെ ജീനെങ്കിൽ നമ്മൾ അതിനെ, ആ ജീനിനെ റെപ്രസെന്റ് ചെയ്യാൻ T എന്ന് എഴുതി. ടോൾ എന്ന ക്യാരക്ടറിനെ കാണിക്കാൻ ആ ജീൻ T എന്ന് എഴുതി. ഇനി ഒരു ഓർഗാനിസത്തിൽ, ഒരു ഹയർ ഓർഗാനിസത്തിൽ എപ്പോഴും ഡിപ്ലോയിഡ് ആണ് ഓർഗാനിസം. അപ്പൊ 2 സെറ്റ് ക്രോമസോം ഉണ്ട്. അപ്പൊ ഇതേപോലത്തെ തന്നെ ഒരു DNA കൂടി കാണണം. അപ്പൊ അതും കൂടി ചേർത്ത് TT. അപ്പൊ ഇങ്ങനെ TT എന്ന് എഴുതിയിരിക്കുന്ന ഈ ജീനിന്റെ റെപ്രസെന്റേഷനെ ജീനോടൈപ്പ് എന്ന് പറയും. ജീനോടൈപ്പ്, ജീൻ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്ന്, അത് അത്രയേ ഉള്ളൂ. അപ്പൊ ഈ TT എന്ന് എഴുതിയിരിക്കുന്നത് അതിന്റെ ജീനോടൈപ്പ്. ഇനി അത് എന്ത് ക്യാരക്ടറിനെ അത് കാണിക്കുന്നത്? ടോൾനെസ് എന്ന ക്യാരക്ടർ, ടോൾ, പൊക്കം ഉണ്ടെന്ന് കാണിക്കുന്നു. അപ്പൊ ആ പൊക്കം വരുന്ന ക്യാരക്ടറാണത്. അപ്പോൾ അതിന്റെ ആ പൊക്കത്തെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ആ പൊക്കം എന്നുള്ള ക്യാരക്ടറിനെ കാണിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയും? ഫീനോടൈപ്പ്. മനസ്സിലായോ? ഒരു ജീനിന്റെ ആ ജീൻ എക്സ്പ്രസ് ചെയ്യുന്നതിന് നമ്മൾ TT എന്ന് പറയുന്നത്, അതാണ് ജീനോടൈപ്പ്. പക്ഷെ അത് എന്ത് ക്യാരക്ടറിനെ കാണിക്കുന്നു? അതാണ് ഫീനോടൈപ്പ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ കണ്ണ് അല്ലെ, നമ്മൾ കണ്ടിട്ടുണ്ട്, ബ്ലൂ ഐഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, ബ്രൗൺ ഐഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഇങ്ങനെ കണ്ണിന്റെ നിറമൊക്കെ മാറി വരും. അപ്പോൾ അത് നിയന്ത്രിക്കുന്ന ആ ജീനിന്റെ റെപ്രസെന്റേഷൻ നമ്മൾ ജീനോടൈപ്പ് എന്ന് പറയും. പക്ഷെ ആ ജീൻ എക്സ്പ്രസ് ചെയ്യുന്നത് ഏതാണ്? ബ്ലൂ കളർ അല്ലെങ്കിൽ ബ്രൗൺ കളർ എന്നൊക്കെ പറയുന്നത്. ആ ബ്രൗൺ കളർ അല്ലെങ്കിൽ ബ്ലൂ കളർ എന്ന് പറയുന്നതാണ് അതിന്റെ ഫീനോടൈപ്പ്. വേറെ എക്സാമ്പിൾ പറയാം. ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു, പലതരം ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ പ്രൊഡ്യൂസ് ചെയ്ത ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് അതിന്റെ ഫീനോടൈപ്പ്. ഏത് ജീനാണോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് ജീനോടൈപ്പ്. ക്ലിയർ ആയില്ലേ? ഇപ്പൊ പ്ലാന്റ്സ് ആണെങ്കിലും ഇലയുടെ ഷേപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഫ്ലവറിന്റെ കളറ് റെഡ് കളർ, ഒരു ചെടി, ഒരു ഫ്ലവർ റെഡ് കളർ ആണെങ്കിൽ ആ റെഡ് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഉണ്ടാക്കുന്ന ഏത് ജീനാണോ ആ ജീനിനെ കാണിക്കാൻ ജീനോടൈപ്പ് എന്ന് പറയും. റെഡ് കളർ എന്ന് പറയുന്നത് അതിന്റെ ഫീനോടൈപ്പ്. അപ്പോ ജീനിന്റെ പുറത്തേക്ക് വരുന്ന എക്സ്പ്രഷൻ ഏതാണോ അത് പുറത്തേക്ക് കാണിക്കുന്ന എക്സ്പ്രഷൻ, അതിനെയാണ് ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഫീനോടൈപ്പ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ DNA എന്ന് പറയുന്നത് കുറേ ജീൻ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് DNA നമ്മൾ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയും. ആ ഓരോ ജീനും പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടറിനെ ഫീനോടൈപ്പ് എന്നും പറയും. ക്ലിയർ ആയോ? ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ ഡെഫിനിഷനിലോട്ട് വരാം. വാട്ട് ഈസ് ജനറ്റിക് എഞ്ചിനീയറിംഗ്? ഇറ്റ് ഈസ് എ ടെക്നിക് to alter the chemistry of genetic material. ജനറ്റിക് മെറ്റീരിയലിന്റെ കെമിസ്ട്രി മാറ്റിമറിക്കുക. ഇപ്പൊ നിങ്ങൾക്കറിയാം ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA ആണ്.
ഇനി അതിന്റെ കെമിസ്ട്രി മാറ്റിമറിക്കുക. അപ്പൊ DNA ഇതുപോലെ കുറെ ന്യൂക്ലിയോടൈഡുകളുണ്ട്, അതിൽ കുറെ ജീനുണ്ട്. ഇനി അതിന്റെ കെമിസ്ട്രി മാറ്റുക എന്ന് പറഞ്ഞാൽ ഈ ജീനിന്റെ ഘടനയിൽ മാറ്റം വരുത്തുക. അല്ലെങ്കിൽ ജീൻ ഇപ്പൊ ഇത്രയും ഭാഗത്തുള്ള ഒരു ജീനിനെ നമ്മൾ ഇവിടുന്ന് മാറ്റുന്നു, പുതിയൊരു ജീൻ കൊണ്ടുവന്ന് അവിടെ വെച്ച് പിടിപ്പിക്കുന്നു. മനസ്സിലായ? അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു ജീൻ അപ്പുറത്തേക്ക് മാറ്റുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് നടക്കുന്ന ഒരു ജീനിനെ നമ്മൾ മാറ്റി പകരം വേറൊരു ഓർഗൻസിൽ നിന്നുള്ള ജീൻ കൊണ്ടുവന്ന് വെക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമുക്ക് സാധ്യമാകും. നമ്മുടെ സയൻസ് അത്രയും അഡ്വാൻസ് ആയി കഴിഞ്ഞു. അപ്പൊ അതാണ് ജനറ്റിക് മെറ്റീരിയലിന്റെ കെമിസ്ട്രിയിൽ മാറ്റം വരുത്തുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ മാറ്റം വരുത്തി. ഈ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞ ഈ മാറ്റമൊക്കെ എങ്ങനെ വരുത്തുന്നത്? എവിടെയാണ് DNA കാണുന്നത്? DNA കാണുന്നത് ന്യൂക്ലിയസിനകത്താണ്. അവിടെ ഇരുന്നുകൊണ്ട് മാറ്റം വരുത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ആദ്യം പുറത്തേക്ക് എടുക്കും. അങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് ടെസ്റ്റ് ട്യൂബിലോ ഒക്കെ വെച്ചിട്ടാണ് അതിന് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ അങ്ങനെ കെമിസ്ട്രി മാറ്റി മറിച്ചിട്ട് then introduce into the host cell. ഏതെങ്കിലും ഒരു സെല്ലിലേക്ക് വീണ്ടും അതിനെ ഇടണം. ഇത് സെല്ലിന്റെ ന്യൂക്ലിയസിനകത്തേക്ക് അതിനെ നമ്മൾ വീണ്ടും ഇടും. അതാണ് ഇൻട്രൊഡ്യൂസ് ഇൻ ടു ദി ഹോസ്റ്റ് സെൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. സെല്ലിലേക്ക് വീണ്ടും ഇടണം. ഇനി അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? അപ്പോഴാണ് ജീൻ, നമ്മളിവിടെ ഒരു ജീൻ മാറ്റി പകരം വേറൊരു ജീൻ വെച്ചാൽ ആ ജീനിന്റെ ക്യാരക്ടർ, ആ ജീനിന്റെ ഫീനോടൈപ്പ് അത് മാറും. മനസ്സിലായ? അപ്പൊ ഒരു സെല്ലിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ആ സെല്ലിന്റെ ഫീനോടൈപ്പിൽ മാറ്റം വരുന്നു. ഒരു ജീൻ മാറിക്കഴിഞ്ഞാൽ ഫീനോടൈപ്പും മാറും. മനസ്സിലായ? അപ്പൊ ജീനിൽ നമ്മൾ മാറ്റം വരുത്തുമ്പോൾ അതിന്റെ ഫീനോടൈപ്പിലും മാറ്റം വരുന്നു. അതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയില്ലേ? ക്ലാസ് കണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും ഭാഗം മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി റിവൈൻഡ് അടിച്ച് അത് കണ്ട് നന്നായിട്ട് മനസ്സിലാക്കി വേണം അടുത്ത ക്ലാസ്സിലേക്ക് വരാൻ. അപ്പൊ നല്ലതുപോലെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ബയോടെക്നോളജി എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരു ചാപ്റ്ററാണ് ബയോടെക്നോളജി. നിങ്ങൾ അതിന്റെ കാര്യങ്ങൾ ബേസിക്സ് മുതൽ കൃത്യമായിട്ട് അതിന്റെ ബേസിക്സ് മുതൽ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്.